പൊന്നൂസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്നൊരു അവിയലിന്റെ റെസിപ്പിയാണ്. സദ്യ സ്റ്റൈൽ ഒന്നുമല്ല, ഞാൻ ഇന്നൊരു അവിയൽ വെക്കുന്നു. അപ്പൊ നിങ്ങളെ കൂടെ കാണിക്കാൻ വെച്ചാൽ എന്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞു അവിയൽ സദ്യ സ്റ്റൈൽ അവിയൽ ഓണം സ്പെഷ്യൽ. പക്ഷെ അന്ന് എനിക്ക് വെക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ വെക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ സൈസിലൊരു അവിയലാണ്. ഒരു കായ എടുത്തിട്ടുണ്ട്, ഒരു മുരിങ്ങയ്ക്കുണ്ട്, ചേമ്പിന്റെ പകുതി എടുത്തുള്ളൂ, അത് മതി. ഒരു കുഞ്ഞു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകുണ്ട്, വെള്ളരിയുടെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട്, ചേന എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനിവിടെ പൂസ എന്ന് പറയാം, നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അറിയത്തില്ല, ഓപ്ഷനിലാണ്. അതിന് പകരം നമുക്ക് കുമ്പളങ്ങ ഉപയോഗിക്കാം. ഒരു ചെറിയ കുഞ്ഞൊരു സവാള എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയാണ് അവിയലിന് വേണ്ടത്. ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം എടുക്കാം. പിന്നെ ഞാൻ അരമുറി തേങ്ങ തിരുവി വെച്ചിട്ടുണ്ട്. പിന്നെ എപ്പോഴും അവിയലിന് ചെറിയ ഉള്ളി അരയ്ക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഒരുപിടി ചെറിയ ഉള്ളി അരച്ച് ജീരകവും പച്ചമുളകും കൂടെ അരച്ച് അവിയൽ വെച്ചാൽ, കറിവേപ്പിലയും കൂടെ അരച്ച് അവിയൽ വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ് അവിയൽ. അപ്പം ഞാൻ അങ്ങനെയാണ് വെക്കുന്നത്. അപ്പൊ എന്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഒരു 3-4 വഴക്കം കാന്താരി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. 3-4 ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല എരിയുള്ളിയാണ് അത് എടുത്തിട്ടുണ്ട്, കറിവേപ്പിലയുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുപോട്ടെ. ഓക്കെ, ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എല്ലാം നല്ല ഒരു ഈ സൈസിൽ, മുരിങ്ങക്കൊക്കെ ഈ സൈസിൽ, കായിങ്ങനെ എല്ലാം ഈ സൈസിൽ അരിഞ്ഞ് ഞാൻ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതില് കുറച്ച് വെള്ളം ഒഴിച്ച്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് വെള്ളം മതി. ഇതിൽ ഒരുപാട് വേവുള്ള സാധനം ചേനയാണ്. ചേന നന്നായിട്ട് വേവുന്നതാണ്. രാവിലെ ഞാൻ പുഴുങ്ങിയായിരുന്നു. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം വെച്ച് വേവിക്കാൻ വയ്ക്കട്ടെ. കറിവേപ്പിലയും പച്ചമുളകും ഉള്ളിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിവിടെ നിന്ന് വേകട്ടെ. വേകുമ്പോഴത്തേന് ഞാൻ ഇതിന്റെ അരപ്പ് തയ്യാറാക്കിക്കൊണ്ടുവരാം. അടുപ്പിലോട്ട് വയ്ക്കട്ടെ. അടുപ്പ് കത്തിച്ചിരിക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് വേകട്ടെ. കുറച്ചൊന്ന് തിളച്ചിട്ട് അതിനകത്ത് ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ മഞ്ഞളൊന്നും അതിലിടത്തില്ല. ഞാൻ എല്ലാം തേങ്ങയുടെ കൂടെയാണ് ഇടുന്നത്, മഞ്ഞളും. പിന്നെ അപ്പോഴത്തേന് എന്റെ കൂട്ടുകാരി അത് ഇങ്ങോട്ട് ചരിച്ചു വെച്ചു വീഡിയോ. അപ്പോഴും ഞാൻ ഇനി മഞ്ഞളൊന്നും ഞാൻ അതിലിടൂല. ഞാൻ ഇതിനകത്ത് ഇനി മഞ്ഞളും ജീരകവും കൂടെ ഇട്ട്, ഈ തേങ്ങയിലും മഞ്ഞളും ജീരകവും കൂടെ അരയ്ക്കുന്നതിന്റെ ഒന്ന് ഒതുക്കിക്കൊണ്ട് വരട്ടെ. അപ്പോഴത്തേന് ഇത് വേവും. അപ്പൊ അത് അവിടെ നിന്ന് വേവട്ടെ. അപ്പൊ ഓക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല, അത് ഉപ്പിടാൻ പോവുകയാണ്. ഞാൻ ഈ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടിട്ടില്ല. ഞാൻ അപ്പോഴത്തേന് അരപ്പ് തയ്യാറാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. ജീരകവും കുമിൻ സീഡും ടർമറിക്കും ചില്ലിയും എല്ലാം കൂടെ ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. പച്ചമുളകും മഞ്ഞപ്പൊടിയും ജീരകവും എല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ഞാൻ തിളച്ചിട്ട് ഇടുന്നുള്ളൂ. ഇനി ഇതിന്റെ വെള്ളമൊക്കെ പറ്റിയതിന് ശേഷം അരപ്പിട്ട് ലാസ്റ്റിലെത്തി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് ഇറക്കാം. അപ്പൊ അവിയല് റെഡിയാകും. അപ്പൊ ഇത് ഇവിടുന്ന് വേവട്ടെ. ചേനയും ചേമ്പും കിടക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം ഒഴിച്ച്, അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിന്റെ ആവശ്യമില്ല. വെന്ത് വരട്ടെ. അവിയലെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. എന്റെ വെള്ളമൊക്കെ വറ്റി. ഞാൻ അതിനകത്തോട്ട് ഇനി അരപ്പിടാൻ പോവാണ്. അരപ്പിട്ട് 2 മിനിറ്റ് വരെ അതങ്ങനെ കിടക്കട്ടെ. എന്നിട്ട് ഒക്കെ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആയി. നമുക്ക് അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് അടിപൊളിയാവില്ല. നല്ല മണമൊക്കെ, നല്ല സൂപ്പർ. ഉപ്പൊക്കെ നല്ല കറക്റ്റിനുണ്ട് കേട്ടോ. എല്ലാം അടിപൊളി, നല്ല കുഴഞ്ഞിരിക്കുന്ന അടിപൊളി അവിയൽ. പച്ചക്കറിവേപ്പിലയും ഇട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കട്ടിയായിരിക്കും തന്നെയാണ്. വായിൽ വെള്ളം വരുന്നു അവിയലിന്റെ മണം കേട്ടപ്പോ. ഉപ്പും എല്ലാം ഉണ്ട് കേട്ടോ എന്റെ അവിയലിന്. പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി, നല്ല കുഴഞ്ഞ അവിയലാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം.
കറക്റ്റിന് വെന്തിട്ടുണ്ട്. മുരിങ്ങയൊന്നും വെന്ത് പോയില്ല, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അവിയല്. ഓണം സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല, എന്ത് ഓണം എല്ലാം തീർന്നു. എനിക്കിപ്പോഴാണ് അവിയൽ വയ്ക്കാൻ സമയം കിട്ടിയത് കേട്ടോ ഗൈസ്. ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളി നല്ല കറിവേപ്പിലയും ചോറ് കൊടുത്തിട്ട് വന്ന് അപ്പോഴേ എനിക്കുള്ള അവിയലെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ. ഓക്കെ.